ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻകം ഡിറ്റർമിനേഷൻ്റെ മാത്തമെറ്റിക്കൽ ഫോർമുലേഷനാണ്. അതേപോലെ അതിലൂടെ മൾട്ടിപ്ലയർ എഫക്റ്റുകൾ, പലതരത്തിലുള്ള മൾട്ടിപ്ലയർ നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതിൻ്റെ റൂട്ട് ഇൻകം ഡിറ്റർമിനേഷൻ മുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ കാണുമല്ലോ, കട്ട് ചെയ്യാതെ കാണണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻകം ഡിറ്റർമിനേഷൻ ഒരു ക്ലോസ്ഡ് ഇക്കോണമിയിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടാണ് മൾട്ടിപ്ലയർ എഫക്റ്റിലേക്ക് പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ഇൻകം ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻകം ഡിറ്റർമിനേഷൻ നടക്കുന്നതെന്ന് അറിയാം അല്ലേ. ഒരു ക്ലോസ്ഡ് ഇക്കോണമിയിൽ ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ ഇനി ക്ലോസ്ഡ് ഇക്കോണമിയിൽ തന്നെ നമ്മൾ സിമ്പിൾ ഇക്കോണമിയുടെ കേസാണ് പറയുന്നത്. സിമ്പിൾ ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സെക്ടറുകൾ മാത്രമുള്ള ഇക്കോണമീസിനെയാണ് സിമ്പിൾ ഇക്കോണമി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സിമ്പിൾ ഇക്കോണമിയിൽ ഈക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് അറ്റ് ദ പൊസിഷൻ, ഇതാണ് ഈക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് അറ്റ് പൊസിഷൻ വെയർ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് സപ്ലൈ ആണല്ലേ. അപ്പോൾ ഈ ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണല്ലേ, വൈ ആണ്. വൈ എന്ന് പറയുന്നത് സി പ്ലസ് എസ്സുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? വൈ എന്നുള്ളതിന് ആഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇതിങ്ങനെ തിരിച്ചെഴുതുന്നതിനും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് നമുക്കിതിനെ അറ്റ് ഈക്വിലിബ്രിയം, ദാറ്റ് ഈസ് അറ്റ് ഈക്വിലിബ്രിയം വൈ ഈസ് ഈക്വൽ ടു എ ഡി എന്ന് എഴുതാലോ. അതായത് വൈ എന്ന് പറയുന്നത് എന്താണ്? ആഗ്രിഗേറ്റ് സപ്ലൈ ആണ്. ആഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഇൻകം വൈ. ഓക്കെ, ഇനി ഇതിൽ എ ഡി എന്ന് പറയുന്നത് എന്താണ്? എ ഡി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ ആണല്ലോ. എ ഡി എന്ന് പറയുന്നത് സി പ്ലസ് ഐ ആയതുകൊണ്ട് നമുക്കിതിനെ മാറ്റി എഴുതാം. എന്താണ്? വൈ ഈസ് ഈക്വൽ ടു സി ബാർ. സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മളിവിടേക്ക് എഴുതുന്നത്. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ എന്ന് എഴുതുന്നു. ഇതിനെ വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വൈ ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് എന്താണ്? സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ എന്ന് പറയുന്നത് ഐ ബാറുമാണ്. അപ്പോൾ ഈ ഒരു റിലേഷനാണ് അതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുന്നേ പഠിച്ചതുകൊണ്ട് അറിയാം നമുക്ക്. ഇനി ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്താണ് വരിക? ഐ ബാറും സി ബാറും കൂടെ ഓട്ടോണമസ് ആണെന്നറിയാം. അപ്പോൾ ഓട്ടോണമസിനെയൊക്കെ എ ബാർ എന്ന് എഴുതുകയാണെങ്കിൽ നമുക്കിതിനെ വീണ്ടും എന്ത് എഴുതാം? വൈ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് സി വൈ എന്ന് എഴുതാലോ. ഇതിൽ സി എന്ന് പറയുന്നത് എന്താണ്? എം ബി സി ആണല്ലേ. സി എന്ന് പറയുന്നത് എം ബി സി ആണെന്ന് മറന്നു പോകരുത്, എപ്പോഴും ഓർമ്മയുണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നമ്മളിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? വൈ സമം എ ബാർ ഓട്ടോണമസ് പാർട്ടും പിന്നെ എം ബി സി ചേർന്ന ഇൻകം, അതായത് കൺസംഷൻ ഡിറ്റർമിൻഡ് ഇൻകം അല്ലെ ഇൻകം ഡിറ്റർമിൻഡ് കൺസംഷനും ചേരുന്നതാണ് ആഗ്രിഗേറ്റ്. അപ്പോൾ ആഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നുള്ളതിന് ഉള്ള സിമ്പിൾ ഫോമാണിത്. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഇതിൽ നിന്നും നമ്മൾ വൈ സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഈ ഇക്വേഷൻ വൈക്ക് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈ ഒക്കെ ഒരു പാർട്ടിൽ ലെഫ്റ്റ് സൈഡിൽ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരും, ബാക്കി പാർട്ടും വെക്കും. അപ്പോൾ ഇവിടെയുള്ള സി വൈയെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? വൈ മൈനസ് സി വൈ എന്നാവും അല്ലേ. ഈസ് ഈക്വൽ ടു എന്താണ്? എ ബാർ എന്ന് പറയുന്നത് എന്താണ്? സി ബാർ പ്ലസ് ഐ ബാർ ആണല്ലോ. അപ്പോൾ നമുക്കതിന് എ ബാർ എന്ന് തന്നെ ഇടാം, കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ സി ബാർ എ ബാർ എന്നാവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള
രണ്ട് വൈകളെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും വൈയെ ഫാക്ടറൈസ് ചെയ്ത് പുറത്തെടുക്കുന്നു. വൈ പുറത്തോട്ടെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? 1 ബാക്കിയാവും അല്ലേ? ഇവിടെ എന്താണ് ബാക്കിയാവുന്നത്? സി ആണ്. ഓക്കെ, അപ്പോൾ വൈ ഇൻറ്റു 1 - സി ഈസ് ഈക്വൽ ടു എ ബാർ എന്ന് വരുമല്ലോ. ഇനി ഈ ഇവിടെ വൈ തനിച്ചാക്കാം. വൈക്ക് വേണ്ടി സോൾവ് ചെയ്യുക ഇക്വേഷൻ. വൈ ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? RHSലേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താണ് വരിക? എ ബാർ ഡിവൈഡഡ് ബൈ 1 - സി എന്നാവുമല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് ഈക്വിലിബ്രിയം ഇൻകം ആയതുകൊണ്ട് നമുക്കിതിനെ വൈ സ്റ്റാർ എന്ന് എഴുതാം. വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്താ എഴുതാൻ പറ്റുക? എ ബാർ ബൈ 1 - സി. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഇതെന്താണ്? എ ബാർ എന്ന് പറയുന്നത് സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡഡ് ബൈ 1 - സി എന്നാണ് വരിക അല്ലേ? അപ്പോൾ അത് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ എ ബാർ എന്ന് പറയുന്നത് സി ബാർ പ്ലസ് ഐ ബാർ ആണ്. അപ്പോൾ ഇതാണ് വൈ സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അപ്പം വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ ബാർ ഡിവൈഡഡ്. ഇനി ഇതിൽ സി എന്താണ്? സി എന്ന് പറയുന്നത് MPC ആണല്ലേ? സി എന്ന് പറയുന്നത് MPC ആണ്. അപ്പോൾ ഈ ഒരു ഡിറൈവ് ചെയ്തത് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ മൾട്ടിപ്ലെയറിലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലെയർ എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? മൾട്ടിപ്ലെയർ, ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത്, അതായത് ഓട്ടോണമസ് പാർട്ടിൽ ആഗ്രഗേറ്റ് ഡിമാൻഡിൽ ഏത് മാറ്റം വന്നാലും ആഗ്രഗേറ്റ് ഡിമാൻഡിൻ്റെ ഓട്ടോണമസ് പാർട്ടിൽ വരുന്ന മാറ്റം നാഷണൽ ഇൻകത്തെ പല മടങ്ങുകളായി വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത്. അതിനെയാണ് ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ അഥവാ ഇൻകം മൾട്ടിപ്ലെയർ, ഓട്ടോണമസ് മൾട്ടിപ്ലെയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അപ്പം മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. മൾട്ടിപ്ലെയർ അത് എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ എ ബാർ ആണല്ലേ? എ ബാർ എന്ന് പറയുമ്പോൾ ഓട്ടോണമസ് കൺസംഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ചേഞ്ച് ഇൻ ഐ ബാർ ഓർ സി ബാർ, ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻകം മൾട്ടിപ്ലെയർ അഥവാ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ അഥവാ എന്താണ്? ഓട്ടോണമസ് മൾട്ടിപ്ലെയർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അതിനെ എഴുതുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു കെ ഡെൽറ്റ ഐ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ കെ ഡെൽറ്റ ഐ അല്ലെങ്കിൽ എ ബാർ എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ എന്താണ്? ദർഫോർ കെ ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ ആണല്ലോ. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ എന്നുള്ളതാണ്. ഓക്കെ, മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഓട്ടോണമസ് കമ്പോണൻസ് ആണ്. ഓട്ടോണമസ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ സംടൈംസ് ഇറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് കൺസംഷൻ. സി ബാറോ ഐ ബാറോ ആവാമെന്നുള്ളതാണ്. അപ്പോൾ ക്ലോസ്ഡ് ഇക്കോണമിയിൽ നമ്മൾ കഴിഞ്ഞ ഇതിൽ മുന്നേ കണ്ടതാണ്. വൈ സ്റ്റാർ എന്ന് പറയുന്നത് എ ബാർ ഡിവൈഡഡ് ബൈ 1 - സി ആണല്ലോ. ക്ലോസ്ഡ് ഇക്കോണമിയിൽ ക്ലോസ്ഡ് ഇക്കോണമി വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുവച്ചതാണ് എ ബാർ ഡിവൈഡഡ് ബൈ 1 - സി എന്നതല്ലേ? അപ്പോൾ വൈ ബാർ ഇതിനെ നമുക്ക് എന്തെഴുതാം? ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു 1/1 - സി ഇൻറ്റു എ ബാർ എന്ന് എഴുതാമല്ലോ.
എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഈക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ വൈ സ്റ്റാർ ചേഞ്ചസ് by 1 by 1 minus C of changes in the autonomous factor. അതായത് നാഷണൽ ഇൻകം ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാവുന്ന മാറ്റത്തിൻ്റെ 1 by 1 minus C മടങ്ങ് വർദ്ധിക്കുന്നതാണ്. അതാണ് ഒരു ഒന്നുകൂടെ പറയാം. The change in equilibrium output എഴുതാം അല്ലേ? Equilibrium output changes by 1 by 1 minus C times of changes in autonomous factor. ഓട്ടോണമസ് ഫാക്ടർ എന്ന് വെച്ചാൽ ഓട്ടോണമസ് ഫാക്ടർ മീൻസ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ കൺസംഷൻ. 2 സെക്ടർ ഇക്കോണമിയിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ കൺസംഷനിൽ ഓട്ടോണമസ് പാർട്ടും. അതിൽ രണ്ടെണ്ണത്തിലും ഏതെങ്കിലും മാറുമ്പോൾ ഈക്വിലിബ്രിയം ഔട്ട്പുട്ട് അഥവാ നാഷണൽ ഇൻകം അതിൻ്റെ 1 by 1 minus C ടൈംസിൽ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷനിൽ പറയുന്നത്. വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു 1 by 1 minus C എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഒരു ഇക്വേഷനെ അതായത് മൾട്ടിപ്ലെയർ ഇക്വേഷനെ ഇതനുസരിച്ച് മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും? Therefore multiplier is equal to എന്ത് എഴുതാം? മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് എന്താണ്? K is equal to delta y by delta a bar എന്നാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 1 minus C എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എ ബാർ ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയല്ലേ കിട്ടുന്നത്? K is equal to 1 by 1 minus C എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ C എന്ന് പറയുന്നത് MPC ആണല്ലോ. അതുകൊണ്ട് ഇതിനെ നമുക്ക് വീണ്ടും മാറ്റി എഴുതാവുന്ന എങ്ങനെയാണ്? C എന്ന് പറയുന്നത് സിൻസ് C is equal to MPC മൾട്ടിപ്ലെയർ K is equal to എന്ത് കിട്ടും? മൾട്ടിപ്ലെയർ K is equal to ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 1 minus C എന്ന് പറയുന്നത് MPC ആണ്. ഓക്കെ, 1 by 1 minus MPC. ഇനി വീണ്ടും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 1 മൈനസ് MPC എന്ന് പറയുന്നത് ഈക്വൽ ടു MPS ആണല്ലേ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ്. അതുകൊണ്ട് എന്ത് പറയാം? സോ K ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? K ഇത് തന്നെ ഇത് മൊത്തം ഒരുമിച്ച് എഴുതാം. 1 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ ഈസ് ഈക്വൽ ടു 1 by 1 minus MPC that is equal to 1 by MPS എന്ന് വെച്ചാൽ എന്താണ്? K മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് 1 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ ആണ്. ഇറ്റ് ഈസ് സെയിം ആസ് 1 by 1 minus MPC which is same as 1 by MPS. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് മൾട്ടിപ്ലെയർ. ഇനി നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ അതായത് ഒരു ക്ലോസ്ഡ് ഇക്കോണമിയിൽ 3 സെക്ടർ ഇക്കോണമിയിൽ ആഗ്രഗേറ്റ് ഡിമാൻഡ് AD എന്ന് പറയുന്നത് എന്തായിരിക്കും? C+I+G ആയിരിക്കും
അതിൽ സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് സി ബാർ പ്ലസ് സി വൈയും, ഐ എന്ന് പറയുന്നത് ഐ ബാറും, ജി എന്ന് പറയുന്നത് ജി ബാർ. അതിനെയും ഓട്ടോണമസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? എ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എ ബാർ പ്ലസ് സി വൈ എന്ന് തന്നെ എഴുതാം. എ ബാർ എന്ന് പറയുമ്പോൾ ഇവിടെ എ ബാർ എന്താണ്? എ ബാർ ഈസ് ഈക്വൽ ടു വെയർ എ ബാർ ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് ജി ബാർ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഓട്ടോണമസ് പാർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം മാറിയാൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് മാറും അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നാഷണൽ ഔട്ട്പുട്ടിൽ നാഷണൽ ഇൻകം ചേഞ്ച് ചെയ്യും. അങ്ങനെ ഐ ബാറും ജി ബാറും സി ബാറും മാറുന്നതിൻ്റെ, അതായത് ഓട്ടോണമസ് കൺസംഷനിലോ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റിലോ ഉണ്ടാവുന്ന മാറ്റം നമ്മൾ ഇൻകം മൾട്ടിപ്ലെയർ അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ, അതേപോലെ ഓട്ടോണമസ് മൾട്ടിപ്ലെയർ എന്ന പേരിൽ കണ്ടു കഴിഞ്ഞു. ഇനി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ മാറ്റം. അത് ഗവൺമെൻറ് വരുമ്പോൾ എന്താണ്? ഗവൺമെൻറ് പലതരത്തിലുള്ള ചിലവുകളുണ്ടല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൊടുക്കൽ വാങ്ങലുകളെ എല്ലാം ചേർത്ത് നമ്മൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ജി ബാർ എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഈ ജി ബാറിൽ ഇൻക്രീസ് ഉണ്ടാകുമ്പോഴും എന്തുണ്ടാവും? നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ റേഷ്യോയെയാണ്, അതായത് എ ചേഞ്ച് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വിൽ റിസൾട്ട് ഇൻ മൾട്ടിപ്ലൈഡ് ചേഞ്ചസ് ഇൻ ദ നാഷണൽ ഇൻകം. ഇറ്റ് ഈസ് കോൾഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. That is government expenditure multiplier is equal to delta y by delta g. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ടാണ്, അതായത് നേരത്തെ കിട്ടിയ ആ ഇൻകം മൾട്ടിപ്ലെയർ പോലെ തന്നെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി എന്നുള്ളത് എന്തായിട്ടാണ് എഴുതുന്നത്? ഇറ്റ് ഈസ് സെയിം ആസ് 1 by 1 minus സി. അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡിലാണ് മാറ്റം വരുന്നത് അല്ലേ? വൈ ബാർ ഈസ് ഈക്വൽ എ ഡി ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് സി വൈ എന്ന് തന്നെയാണ് വരിക. അതുകൊണ്ട് തന്നെ എന്താണ്? 1 by 1 minus സി ആണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയറും വരുന്നത്. ഇനി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വരുമ്പോൾ ഗവൺമെൻറ് വരുമ്പോൾ എന്താണ്? ഗവൺമെൻറ് ചിലവാക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും? ജനങ്ങളിൽ നിന്നും ടാക്സ് പിരിക്കും അല്ലേ? അപ്പോൾ ടാക്സ് പിരിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത്? ടാക്സ് കൂടുമ്പോൾ ജനങ്ങളുടെ കൺസംഷൻ കുറയാനിടയാക്കുമല്ലോ അല്ലേ? അപ്പം ജനങ്ങൾ ടാക്സ് കൊടുക്കുന്നത് എന്താണ്? അവർക്ക് ചിലവിന് അല്ലെ അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള പണമാണ് അവർ ടാക്സായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. ഗവൺമെൻറ്റിന് നിർബന്ധിത പിരിവാണ് ടാക്സ് എന്നറിയാലോ. അപ്പോൾ ഈ ടാക്സ് വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു നികുതിയിൽ മാറ്റം വരും അല്ലേ? കൺസംഷനെ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാക്സ് മൾട്ടിപ്ലെയർ എന്താണെന്നുള്ളതാണ് അടുത്തത്. അതായത് ടാക്സ് ചേഞ്ച് ചെയ്യും. ഇനി അതേസമയം ടാക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ടാക്സ് കൂടുമ്പോൾ കൺസംഷൻ കുറയുകയാണ് ചെയ്യുക അല്ലേ? അതുകൊണ്ട് കൺസംഷൻ കുറയുന്നതിൻ്റെ ഫലമായിട്ടൊരു സെറ്റ് ബാക്ക് ഉണ്ടാവും. അപ്പോൾ നാഷണൽ ഇൻകം കുറയും. അതേസമയം ടാക്സ് റേറ്റ് കുറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ടാക്സ് റേറ്റ് കുറയുമ്പോൾ ജനങ്ങൾ അവരുടെ കയ്യിലുള്ള പണം കൂടുതൽ കൺസംഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും. അങ്ങനെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യും. എങ്ങനെയായാലും നമ്മൾ ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഇഫക്റ്റാണ് മൾട്ടിപ്ലെയർ എഫക്റ്റായിട്ട് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടാക്സ് മൾട്ടിപ്ലെയർ. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ ടാക്സ് റേറ്റ്.
ടാക്സ് റേറ്റിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ ഫലമായി ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് എന്ത് വിളിക്കുന്നത്? ടാക്സ് മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടാക്സ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുന്നത് ഡെൽറ്റ വൈ അല്ലേ? ചേഞ്ച് ഇൻ ടാക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻകം വരുമ്പോൾ -c/1 - c ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ആണ്. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ it is the total of government expenditure multiplier and tax multiplier. ടാക്സ് മൾട്ടിപ്ലയറിൻ്റെയും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിൻ്റെയും സം ടോട്ടലാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. BBM ഈസ് ഈക്വൽ ടു ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി ആണ്. പ്ലസ് ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടിയുമാണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി എന്ന് പറയുന്നത് 1/1 - c ആണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് -c/1 - c യുമാണ് അല്ലേ? അപ്പോൾ ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? സെയിം ഡിനോമിനേറ്ററാണ് വരിക. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 1 - c. ഇനി മുകളിൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1ഉം 1 + -c ആണ്. അതും 1 - c അല്ലേ? അപ്പോൾ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 3 മൾട്ടിപ്ലയർ പറഞ്ഞു. ഇനി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക്. അതായത് പലതരത്തിലുള്ള പെൻഷനുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്തായിട്ടാണ് മാറുന്നത്? മിക്കവാറും കൺസംഷനായിട്ടാണ് മാറുന്നത്. ക്യാപിറ്റൽ ട്രാൻസ്ഫറും കറൻറ്റ് ട്രാൻസ്ഫറും ഉണ്ട്. അപ്പോൾ കറൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ വരുന്ന മൾട്ടിപ്ലയർ എഫക്റ്റാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഇനി ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. റേഷ്യോ ഓഫ് change in income to change in transfer payment. അപ്പോൾ എന്താണ്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ TR എന്നാണ് വരിക. അപ്പോൾ ഈ ഡെൽറ്റ TR എപ്പോഴും എന്തായിട്ടാണ് വരുന്നത്? അതായത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എപ്പോഴും മിക്കവാറും കേസുകളിൽ കൺസംഷനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു c/1 - c എന്നാണ് വരിക. കൺസംഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് c/1 - c ആണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മൾട്ടിപ്ലയർ എഫക്റ്റ് പറയാനുള്ളത്. നന്നായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.